നമസ്കാരം സുഹൃത്തുക്കളെ, എക്കണോമിക്സ് ന്യൂ SSCRTയുടെ രണ്ടാമത്തെ നോട്ട്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത നോട്ട്സ് ഏതാണ്? ക്ലാസ് 6 കൃഷിയിൽ നിന്നും വ്യവസായത്തിലേക്ക് എന്ന ലെസണിലെ നോട്ട്സ് തന്നു. ഇനി നമുക്ക് ക്ലാസ് 6 തന്നെ ചാപ്റ്റർ 11 സ്വരുക്കൂട്ടാം കരുതി വെക്കാം ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന വിഷയത്തിൽ നിന്ന് എന്ന ലെസണിൽ നിന്നുള്ള നോട്ട്സുകളാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താഴെ കമന്റുകളൊക്കെ ഇടുക. ക്ലാസ്സിലേക്ക് കടക്കാം. 3 ലെസൺസ് ആണ് നിങ്ങൾക്ക് എക്കണോമിക്സിൽ പഠിക്കാനുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടെയാണ് ഇന്ത്യയിൽ പുതിയ ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ചത്. പഠിച്ചോളണം കേട്ടോ. അപ്പൊ ഏതിന്റെ വരവോടെ ചോദ്യം വരും? ഇന്ത്യയിൽ പുതിയ ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ചത് എന്തിന്റെ വരവോട് കൂടിയിട്ടാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിതമായ വർഷം 1770. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്ക് ഏത് വർഷത്തിലാണ് സ്ഥാപിതമായത്? 1899. അപ്പൊ ഇവിടെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770. പിന്നെ നൂറ്റാണ്ട് കഴിഞ്ഞു അല്ലെ? അടുത്ത നൂറ്റാണ്ടായി 1899 നെടുങ്ങാടി ബാങ്ക് സ്ഥാപിതമാകുന്നത്. എന്താ നെടുങ്ങാടി ബാങ്കിന്റെ പ്രത്യേകത? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ്. നെടുങ്ങാടി ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ്. നെടുങ്ങാടി ബാങ്കിന്റെ ആസ്ഥാനം കോഴിക്കോടാണ്. നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചത് അപ്പു നെടുങ്ങാടിയാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935. നമുക്കറിയില്ലേ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ പഠിക്കാറില്ലേ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എപ്പോഴാ? 1935 അല്ലേ? അതേ വർഷം തന്നെയാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ്. റിസർവ് ബാങ്ക് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് കേട്ടോ. 1 രൂപ നോട്ട് അതൊഴികെ എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? ഒരു റിസർവ് ബാങ്ക് ആണ്. എന്നാൽ 1 രൂപ നോട്ട് ആരാണ്? ധനകാര്യ സെക്രട്ടറി ആണ് കേട്ടോ. ധനകാര്യ സെക്രട്ടറി ആണ് എന്ത് ചെയ്യുന്നത്? 1 രൂപ നോട്ടിൽ സൈൻ ചെയ്യുന്നത്. വായ്പ നിയന്ത്രിക്കുന്നത്, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്, ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നതെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സ്ഥാപിതമായത്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ്. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. വായ്പ നിയന്ത്രിക്കുന്നതും ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നതും ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നതും ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കും എല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഇവിടെ എല്ലാം പ്രീവിയസ് അല്ലേ? ആണ്. ഒരൊറ്റ ഒരു ലെസണിൽ നിന്ന് ഒരു ചോദ്യം പോലും എന്ത് ചെയ്തിട്ടില്ല? ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടെയാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? ശ്രദ്ധിച്ചു പഠിക്കണം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടെയാണ് ഇന്ത്യയിൽ പുതിയ ബാങ്കിങ് സംവിധാനം ആരംഭിച്ചത്. പഠിച്ചോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. സ്ഥാപിതമായ വർഷം 1770. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. വർഷം 1899. എവിടെയാണ് ആസ്ഥാനം? കോഴിക്കോടാണ്. ആരാണ് സ്ഥാപിച്ചത്? അപ്പു നെടുങ്ങാടി. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം 1935. ആസ്ഥാനം മുംബൈ. എന്തൊക്കെയാ ധർമ്മങ്ങള്? 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. വായ്പ നിയന്ത്രിക്കുന്നത്, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നത്, ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നത് എല്ലാം ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് നോക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ? സ്ഥാപിതമായ വർഷം 35. ധർമ്മങ്ങൾ കറൻസി നോട്ട് അച്ചടിച്ചിറക്കുക, വായ്പ നിയന്ത്രിക്കുക, സർക്കാരിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് ഒക്കെയാണോ? ഇനി ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഏത് ബാങ്ക് ആണെങ്കിലും, അപ്പൊ റിസർവ് ബാങ്ക് അല്ല, ഏത് ബാങ്ക് ആണെങ്കിലും അതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ബാങ്ക് അല്ലെ? നമ്മൾ എന്താ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കാറുണ്ട് അല്ലെ? പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം, ഹൗസിംഗ് ലോണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോണ് അല്ലെങ്കിൽ വാഹന ലോണിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കുകളെ ആശ്രയിക്കും അല്ലെ? പക്ഷെ അവിടെ ബാങ്കുകൾ വായ്പ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അവരുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ നമുക്ക് വായ്പ എടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ? ഇനി നോക്കിക്കേ,
ഇവിടെ നിക്ഷേപകർ കൊടുത്തിട്ടുണ്ട്, വായ്പ സ്വീകരിക്കുന്നവർ. ഇപ്പൊ നമ്മൾ നിക്ഷേപകർ അല്ലെ, നമ്മൾ വ്യക്തികളാണ് അല്ലെ, എന്ത് ചെയ്യും, ബാങ്ക് എന്ത് ചെയ്യും, നിക്ഷേപങ്ങൾ നമ്മുടെ സ്വീകരിക്കും അല്ലെ. പിന്നെ എന്താണ്, സർക്കാർ നിക്ഷേപങ്ങൾ പലിശയോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ബാങ്ക് എന്ത് ചെയ്യും, തിരിച്ചു നൽകും അല്ലെ. നമ്മൾ പണം ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ബാങ്ക് പലിശയോട് കൂടിയിട്ട് പണം തിരിച്ചു നൽകുന്നു. ഇനി വായ്പകൾ നൽകുന്ന സമയത്തോ ബാങ്ക് എന്ത് ചെയ്യാണ്, ബാങ്ക് വ്യക്തികൾക്ക് പണം കൊടുക്കുകയാണ്, എന്നാൽ വ്യക്തികൾ പലിശയടക്കം ബാങ്ക് പണം തിരിച്ച് നൽകും. നേരെ ഓപ്പോസിറ്റ് അല്ലെ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. ആര്, നിക്ഷേപകർ അല്ലെ. നിക്ഷേപ തുക പലിശയോട് തിരികെ നൽകണം. ഇനി വായ്പ സ്വീകരിക്കുന്നവരോ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് വായ്പ നൽകുന്നു, വായ്പ തുക പലിശയോട് കൂടിയിട്ട് തിരികെ വാങ്ങുന്നു. നിക്ഷേപങ്ങളെ അവയുടെ സ്വഭാവം അനുസരിച്ച് സമ്പാദ്യ നിക്ഷേപങ്ങൾ, പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം, ആവർത്തിത നിക്ഷേപം എന്നിങ്ങനെ തരംതിരിക്കാം. എത്ര തരം നിക്ഷേപങ്ങളുണ്ട്? 4 തരം. ഈ 4 എണ്ണവും ഓരോ പോയിന്റും ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. എന്നും റിപ്പീറ്റേഷൻ ആണ് ഈ ക്വസ്റ്റ്യൻസ്, ശ്രദ്ധിക്കുക. 4 തരം നിക്ഷേപങ്ങളുണ്ട്. ഒരു ബാങ്ക് ഒന്ന് മനസ്സിലാക്കണ്ടേ? ഒന്നും വേണ്ട, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒന്ന് മനസ്സിലാക്കണ്ടേ? കണ്ടു. അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? സമ്പാദ്യ നിക്ഷേപമുണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? സേവിങ് ഡെപ്പോസിറ്റ് ആണ് അല്ലെ. നമ്മൾ കുറച്ച് പൈസ കിട്ടുമ്പോൾ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും, വീണ്ടും കുറച്ച് ഡെപ്പോസിറ്റ് കിട്ടുമ്പോൾ അങ്ങനെ സേവിങ് ഡെപ്പോസിറ്റ് ആണ് അല്ലെ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിക്ഷേപമാണിത്. കാരണം നമ്മൾ കയ്യിൽ പൈസ വെച്ച് കഴിഞ്ഞാൽ ചെലവാകുമോ എന്ന് പറഞ്ഞാൽ വേഗം കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ടുവിടും അല്ലെ. അതാകുമ്പോൾ അവിടെ സേഫ് ആയിട്ട് ഇരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്താണ്? സമ്പാദ്യ നിക്ഷേപമാണ് അല്ലെ. വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിക്ഷേപമാണിത്. വ്യക്തിഗത സംയുക്ത അക്കൗണ്ടുകൾക്ക് സമ്പാദ്യ നിക്ഷേപം തുടങ്ങാവുന്നതാണ്. അതായത് വ്യക്തിഗത സംയുക്ത അക്കൗണ്ടുകാർക്ക്, അതായത് നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് തുടങ്ങാം, അല്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ട്. ഇപ്പൊ ഞാനും നിങ്ങളിൽ ആരെങ്കിലും ഒരാളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജോയിന്റ് അക്കൗണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ ഓരോരുത്തരുണ്ടാവുമല്ലോ അല്ലെ, അങ്ങനെ ജോയിന്റ് അക്കൗണ്ട് ചെയ്യാം. ഈ നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കുറഞ്ഞ നിരക്കിൽ പലിശ നൽകുന്നുണ്ട്. അതാണ് അവിടെ പ്രശ്നം അല്ലേ. അതാണ് അവിടെ പ്രശ്നം. എന്താണ്? പലിശ കുറഞ്ഞ നിരക്കിലേ പലിശയുള്ളൂ. അതാണ്. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ് ബാങ്കിലൊക്കെ കൊണ്ട് കുറച്ച് പൈസ ഇട്ടിട്ട് കുറച്ച് കാലമൊക്കെ പോയിട്ട് നമ്മൾ ഇതാക്കുമ്പോൾ അതിൽ അവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൽ നമ്മൾ എന്താ പറയാ, അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് 14 രൂപ, 25 രൂപ, 50 രൂപ അത്രയൊക്കെയാണ് പലിശ വരുന്നത് അല്ലെ. പക്ഷെ സഹകരണ ബാങ്കിൽ എന്താണ്? നല്ല പലിശയുണ്ട് അല്ലെ. പക്ഷെ അവർ സഹകരണ ബാങ്കിൽ പലിശ വാങ്ങിക്കുന്നുണ്ടെങ്കിലും അവർ അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? പലിശ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേ, ബാങ്ക് കുറഞ്ഞ നിരക്ക്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് മനസ്സിൽ കാണ്. നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും കയ്യിൽ പൈസ കിട്ടുന്ന സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് സേവിങ് ഡെപ്പോസിറ്റ് ആണ്, അതായത് സമ്പാദ്യ നിക്ഷേപമാണ്. നമ്മൾ സമ്പാദ്യശീലം വളർത്താൻ വേണ്ടിയിട്ടാണ്. അത് വ്യക്തിഗതമായിട്ടും ചേരാം, സംയുക്തമായിട്ടും അക്കൗണ്ട് നമുക്ക് ചേരാം. ബാങ്ക് കുറഞ്ഞ പലിശയെ നമുക്ക് ചെയ്യുന്നുള്ളൂ. നമ്മുടെ അക്കൗണ്ട് മനസ്സിൽ കണ്ടിട്ട് ഇതൊക്കെ തീരുമാനിക്കുക, അങ്ങനെ പഠിക്കുക. രണ്ട് കാണാപ്പാഠം പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ചെയ്യുന്നത് സമ്പാദ്യ നിക്ഷേപമാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ബാങ്കിലൊന്ന് മനസ്സിൽ കണ്ട, സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു പാസ്ബുക്ക് ഒക്കെ ഉണ്ട്, നമ്മുടെ വ്യക്തിഗത അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളും വേറെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആയിട്ട് സംയുക്ത, ഇപ്പൊ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാകാം. ആ ജോയിന്റ് അക്കൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ട് തുടങ്ങാം. ഇതൊക്കെ സമ്പാദ്യ നിക്ഷേപത്തിൽ വരുന്നതാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യും? ബാങ്ക് കുറഞ്ഞ പലിശയാണ് നൽകുന്നത്. എത്ര തവണ വേണമെങ്കിലും പണം നിക്ഷേപിക്കാം. അപ്പൊ ഇന്ന് കൊണ്ടുപോയിട്ട് ഒരു 20,000 രൂപ ഇടാം, നാളെ നിങ്ങൾക്ക് ഒരു 10,000 രൂപ ഇടാം, മറ്റന്നാൾ ഒരു 5,000 രൂപ, അതിന്റെ പിറ്റത്തെ 1,00,000 കൊണ്ടിടാം. എന്നാൽ പണം പിൻവലിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇന്നിപ്പോ നിങ്ങൾക്ക് എത്ര പണി, ഇന്നിപ്പോ പണി ഒരു 10 ലക്ഷം കൊണ്ട് ഇട്ടോ, നാളെ ഒരു 20 ലക്ഷം കൊണ്ട് ഇട്ടോ, ഓക്കെ, നാളെ അത് കഴിഞ്ഞിട്ട് ഒരു പിറ്റേ ദിവസം ഒരു 50,000 ഇട്ടോ, ഓക്കെ, നിങ്ങൾക്ക് ഇടണം. എപ്പോ? നിങ്ങൾ ഓരോരുത്തരും 2027 ഒരു നീല ടാഗ് കഴുത്തിൽ അണിയാൻ പോവാണ് അല്ലെ. ആ നീല ടാഗ് കഴുത്തിൽ അണിയുന്ന സമയത്തായിരിക്കണം അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ കയറി വരേണ്ടത് കേട്ടോ. അതെങ്ങനെ കയറി അങ്ങനെ കൂടി നല്ലൊരു സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ലൊരു വിലയും നിലയും അല്ലേ എല്ലാം കിട്ടും. നിങ്ങളുടെ ജീവിതം സേഫ് ആകുകയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മനസ്സിൽ കാണുക കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ നിങ്ങൾ കുറെ ഇട്ടാലോ, നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് പോയിട്ട് 1 ലക്ഷം പിൻവലിക്കണം, ഇന്ന് പോയിട്ട് ഒരു 10 ലക്ഷം പിൻവലിക്കണം പറഞ്ഞാൽ നടക്കില്ല. അതിനെന്തുണ്ട്? ഒരു പരിധിയുണ്ട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കണം. അതോടെ ശ്രദ്ധിച്ചാലോ. സമ്പാദ്യ നിക്ഷേപങ്ങൾ മനസ്സിലായല്ലോ. എന്നാൽ നമുക്ക് ഇത് സമ്പാദ്യ നിക്ഷേപം നമ്മൾ ഓരോരുത്തരും വ്യക്തികൾ ഇതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പ്രചലിത നിക്ഷേപം, കറന്റ് ഡെപ്പോസിറ്റ് ആണ്. വ്യാപാരികളെയും വ്യവസായികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിക്ഷേപമാണിത് അല്ലെ. ഒരു ദിവസം എത്ര ഇടപാടുകൾ വേണമെങ്കിലും നടത്താം. പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും നിയന്ത്രണങ്ങളില്ല. ഈ നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുന്നതല്ല. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഈ 2 പോയിന്റ് ശ്രദ്ധിക്കണം. ഇവിടെ പലിശ ലഭിക്കുന്നതല്ല, ഇവിടെ കുറഞ്ഞ നിരക്കിൽ പലിശ നൽകുന്നുണ്ട്. ശ്രദ്ധിച്ചല്ലോ.
അപ്പൊ പ്രചലിത നിക്ഷേപം പറഞ്ഞ വ്യാപാരികളും വ്യവസായികളും. ഇപ്പൊ നിങ്ങൾ ഒന്ന് നോക്കിയാ ഒരു പലചരക്ക് കട അല്ലെ, ഒരു മാർജിൻ ഫ്രീ ഷോപ്പ് അങ്ങനെ വിചാരിച്ചോ. ഇപ്പോ ബിസിനസ് അവിടെ നന്നായി നടക്കുന്നുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ നല്ല ക്യാഷ് വന്നിട്ടുണ്ടാവും അല്ലെ, ഒരുപാട് ക്യാഷുകൾ വന്നിട്ടുണ്ടാവും. അതെല്ലാം ചിലപ്പോൾ അത് 2 ലക്ഷത്തിന്റെയും 3 ലക്ഷത്തിന്റെയും ബിസിനസ്സുകളൊക്കെ നടന്നിട്ടുണ്ടാകും. അത് അങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോ നാളെ അവർക്ക് കുറെ സാധനങ്ങൾ എന്ത് ചെയ്യണം, പോയിട്ട് വാങ്ങിച്ചിട്ട് സാധനങ്ങൾ ഇറക്കാനുണ്ട്. മാർജിൻ ഫ്രീ സാധനം വെക്കണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, വേഗം പിറ്റേ ദിവസം പോയിട്ട് ചിലപ്പോൾ ഒരു 4 ലക്ഷം എന്ത് ചെയ്യും, പിറ്റേ ദിവസം അല്ല, ചിലപ്പോൾ രാവിലെ സാധനങ്ങൾ കഴിയുന്നു എന്ന് കണ്ട വൈകുന്നേരം തന്നെ പോയിട്ട് എന്ത് ചെയ്യണം, പിറ്റേ ദിവസം രാവിലെ പോയിട്ട് സാധനം കൊണ്ട് വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ലല്ലോ. വൈകുന്നേരം കൊണ്ട് വെച്ചാൽ തന്നെയല്ലേ രാവിലെ കഴിക്കുമ്പോഴേക്കും കട തുറക്കുമ്പോഴേക്കും സാധനങ്ങൾ അവിടെ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, വൈകുന്നേരം തന്നെ സാധനങ്ങൾ വെക്കണം. അപ്പൊ രാവിലത്തെ പൈസ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. വൈകുന്നേരം പോയിട്ട് ചിലപ്പോൾ 3 ലക്ഷം പിൻവലിച്ചിട്ടുണ്ടാകും. പിറ്റേ ദിവസം രാവിലെ പോയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവും, ഇങ്ങോട്ട് പോയിട്ട്, അങ്ങനെ ഒരു ദിവസം തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും, നടക്കും. അതാണ് പ്രചരിത നിക്ഷേപം. പക്ഷെ അതിന് പലിശ. കാരണം ഇപ്പൊ കൊണ്ടിട്ടു കുറച്ച് കഴിഞ്ഞ് പിൻവലിച്ചു, പലിശ കൊടുക്കാൻ പറ്റുമോ, പറ്റില്ല അല്ലേ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അതാണ് പ്രചലിത നിക്ഷേപം. ആരെ ഉദ്ദേശിച്ചിട്ട്, വ്യാപാരികളും വ്യവസായികളും. അത് രണ്ടും മാറ്റിയല്ലോ. സമ്പാദ്യ നിക്ഷേപം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന നമ്മുടെ ഓരോ അക്കൗണ്ടാണ് മനസ്സിൽ കാണുക. പ്രചലിത നിക്ഷേപം വ്യാപാരികളും വ്യവസായികൾക്കുമാണ്. ഒരിക്കലും അതിന് പലിശയില്ല. എത്ര വേണമെങ്കിലും പൈസ നിക്ഷേപിക്കാം, എത്ര വേണമെങ്കിലും പൈസ പിൻവലിക്കാം. അതിന് ഒരു പരിധിയില്ല, കാരണം പലിശയില്ലല്ലോ. ഇനി എന്താ സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ പറയും അല്ലേ, FD ഇടുക എന്ന് പറയില്ലേ, FD. അതായത് ഇപ്പൊ ഒരു 5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വെക്കാം. ഒരു 5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു 10 വർഷത്തേക്ക് FD ഇടുകയാണ്. 10 വർഷത്തേക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പൊ 5 ലക്ഷം കൊണ്ട് ബാങ്കിൽ പോയിട്ട് പറയണേ, എനിക്കൊരു FD അക്കൗണ്ടാണ് ഇതിൽ ഇരുന്നത് എന്ന് പറയണം. പക്ഷെ ഒരിക്കലും ഈ 10 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പൈസ പിൻവലിക്കാൻ പറ്റില്ല. പിൻവലിക്കാം, ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ പിൻവലിക്കാം. പക്ഷെ പലിശ നിരക്ക് എന്തായിരിക്കും, കുറവായിരിക്കും. പക്ഷെ 10 വർഷത്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റ്, എന്നിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പൈസ പിൻവലിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നല്ല പലിശ എന്ത് ചെയ്യും, ഇതിന് ലഭിക്കും കേട്ടോ. ഒറ്റ തവണ മാത്രം നിക്ഷേപിക്കുകയും, അതാണ് നമ്മൾ പറഞ്ഞത്, കണ്ടില്ലേ. ഒറ്റ തവണ പോയി നിക്ഷേപിച്ചു, ഒരു 5 ലക്ഷം കൊണ്ട് ഇട്ടു. ഒരു നിശ്ചിത കാലയളവിന് ശേഷം, നമ്മൾ എത്ര പറഞ്ഞു, 10 വർഷം എന്ന് പറഞ്ഞു അല്ലെ, പലിശയോടുകൂടി പിൻവലിക്കുകയും ചെയ്യുന്ന നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപം. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കൂടുതൽ പലിശ നൽകുന്നു. കാരണം എന്താ കൂടുതൽ പലിശ നൽകാൻ കാരണം എന്നറിയോ, നമ്മൾ 10 വർഷം ഡെപ്പോസിറ്റ് ചെയ്തു. എത്ര രൂപ, 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. 10 വർഷത്തിന് ഈ 5 ലക്ഷം ബാങ്കുകാർ എന്ത് ചെയ്യുന്നറിയോ, ഇപ്പൊ വേറൊരു 5 ഉപഭോക്താക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, വന്നിട്ടുണ്ടാവും. 5 വ്യക്തികൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ലോണിന് വന്നിട്ടുണ്ടാവും. 5 ആൾക്ക് 1 ലക്ഷം വെച്ച് എടുത്തു വെച്ചോ. 1 ലക്ഷം എടുത്തുമ്പോഴേക്കും അടുത്ത വർഷം ആകുമ്പോഴേക്കും അത് എത്രയായിട്ടുണ്ടാവും, 1,25,000 ഉറുപ്പ്യൊക്കെ പലിശ ആയിട്ടുണ്ടാകും. മുതലും പലിശയും കൂടി 1,25,000 ആയിട്ടുണ്ടാവും. അടുത്ത ആളുമായി. അപ്പോഴേക്കും ഒരു വർഷം കഴിയുമ്പോഴേക്കും തന്നെ അവർ അതിന്റെ ഇരട്ടി ഉണ്ടാക്കി. 5 ലക്ഷത്തിന്റെ ഇരട്ടി അവരെന്ത് ചെയ്തു, ലാഭിച്ചു. അങ്ങനെ 10 വർഷം ആകുമ്പോഴേക്കും എന്തായി, ഇഷ്ടം പോലെ പലിശ അവരവിടെ ബാങ്കുകാർ നേടിയിട്ടുണ്ടാകും. അപ്പൊ അതിന് ഇത്തിരി പലിശ കൂടുതൽ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ടോ FD ഇട്ടവർക്ക്? ഇല്ല. അപ്പൊ അതാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് പിൻവലിക്കുകയാണെങ്കിലോ ഇതുപോലെ ലോൺ കൊടുക്കാൻ പറ്റുമോ, പറ്റില്ല. അതുകൊണ്ടാണ് സ്ഥിര നിക്ഷേപം എന്ത് പറയുന്നത്, ഒറ്റ തവണ മാത്രം നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപ പലിശയോടുകൂടി പിൻവലിക്കുകയും ചെയ്യുന്ന നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപം. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കൂടുതൽ പലിശ നൽകുന്നു. ഇനി മറക്കില്ലല്ലോ, സമ്പാദ്യ നിക്ഷേപം. നമുക്ക് സമ്പാദ്യം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഓരോ ബാങ്ക് അക്കൗണ്ട് ചേർന്നിട്ടുണ്ട്. അത് സമ്പാദ്യശീലമാണ്, പലിശ കുറവാണ്. എന്നാൽ പ്രചലിത നിക്ഷേപം, കറന്റ് ഡെപ്പോസിറ്റ്, വ്യാപാരികളും വ്യവസായികൾക്ക് ഏത് സമയം എപ്പോ വേണമെങ്കിലും, എത്ര ലക്ഷം വേണമെങ്കിലും, എപ്പോ വേണമെങ്കിലും പിൻവലിക്കാൻ പലിശ കിട്ടില്ല. അടുത്തത് സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡെപ്പോസിറ്റ്, സ്ഥിരം FD. ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക എന്ത് ചെയ്യുകയാണ്, ബാങ്കിൽ ഇടുകയാണ്, നല്ല പലിശ കിട്ടും കേട്ടോ. എന്നാൽ ആവർത്തിത നിക്ഷേപം, റീകറിംഗ് ഡെപ്പോസിറ്റ്, എന്താണ് സ്ഥിര നിക്ഷേപത്തിന്റെ മറ്റൊരു രൂപമാണ്. ഈ സ്ഥിര നിക്ഷേപത്തിന്റെ മറ്റൊരു രൂപമാണ് ഇത്, ആവർത്തിത നിക്ഷേപം. ഓക്കെ, സ്ഥിര നിക്ഷേപത്തിന്റെ ഒരു പ്രത്യേക കാലയളവിലേക്ക് നിശ്ചിത തുക കൃത്യമായ ഇടവേളകളിൽ, ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലോ ദിവസത്തിലോ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. അതായത് ഒരു പ്രത്യേക കാലയളവിലേക്ക്, ഇപ്പൊ ഒരു 5 വർഷ കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക എന്ത് ചെയ്യാണ്, ഒരു നിശ്ചിത തുക, അതായത് ഒരു 5 വർഷ കാലയളവിലേക്ക് ഒരു 3 ലക്ഷം രൂപ എന്ത് ചെയ്യണം, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇപ്പൊ ഇതിപ്പോ 2026 വർഷം, ഒരു 5 വർഷത്തിനുള്ളിൽ ഞാനൊരു 3 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ ഇന്നൊരു 2000 രൂപ കിട്ടി, കൊണ്ടിട്ടു. നാളെ എന്ത് ചെയ്തു, ഒരു 5000 രൂപ കിട്ടി. അത് അടുത്ത മാസം എനിക്കൊരു 20,000 രൂപ കിട്ടി, അതാ കൊണ്ടിട്ടു. അങ്ങനെ ആഴ്ചയിലും ദിവസത്തിലും മാസത്തിലും ഒക്കെ ഈ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കണം. അങ്ങനെ കാലാവധി പൂർത്തിയായതിനു ശേഷമേ തുക പിൻവലിക്കാൻ കഴിയുള്ളൂ. കാലാവധി
പൂർത്തിയായതിനു ശേഷം, കാരണം 5 വർഷത്തേക്കല്ലേ നമ്മൾ കയ്യിൽ ഇടുന്നത്, 5 വർഷത്തിനുള്ളിൽ ഒരു 3 ലക്ഷം രൂപ ഇടാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 5 വർഷം കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 3 ലക്ഷം പിൻവലിക്കാൻ പറ്റുള്ളൂ. സമ്പാദ്യ നിക്ഷേപത്തെക്കാൾ കൂടുതൽ പലിശ നൽകുന്നു. കണ്ടോ, സമ്പാദ്യ നിക്ഷേപത്തെക്കാൾ കൂടുതൽ പലിശ. സമ്പാദ്യ നിക്ഷേപം പറഞ്ഞാൽ നമ്മളിവിടെ പലിശ നിരക്ക് കുറവാണ്, പക്ഷെ അതിനേക്കാൾ എന്ത് ചെയ്യും, കൂടുതൽ പലിശ ലഭിക്കും കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി മറക്കാൻ പാടില്ല, സമ്പാദ്യ നിക്ഷേപം നമ്മൾ ഓരോരുത്തരുമാണ്. പ്രചരിത നിക്ഷേപം വ്യാപാരി വ്യവസായികൾക്ക് വേണ്ടിയിട്ടാണ്. സ്ഥിര നിക്ഷേപം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, FD ആണ്. ആവർത്തിത നിക്ഷേപം ആവർത്തിതമാണ്, ആഴ്ചയിലും മാസത്തിലും ദിവസത്തിലും ഒക്കെ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ഇത്ര കാലയളവിലേക്ക് ഇത്ര ഒരു നിശ്ചിത തുക. സ്ഥിര നിക്ഷേപത്തെക്കാൾ നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ പലിശ ലഭിക്കും. ഇനി ഇവിടെ നോക്കിക്കോ കേട്ടോ, ഇവിടെ ആ ബോക്സിൽ നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. സമ്പാദ്യ നിക്ഷേപം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതാണ്, അല്ലെ, വ്യക്തികള് അല്ലെങ്കിൽ സംയുക്തമായി ചെയ്യുന്നതാണ്. കാലയളവ് ബാധകമൊന്നുമില്ല, അല്ലെ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എത്ര വർഷത്തേക്ക് വേണ്ടിയാണ് പറഞ്ഞത്, അങ്ങനെയൊന്നുമില്ല. കുറഞ്ഞ നിരക്കിലാണ് പലിശ. അതിന് നിയന്ത്രണങ്ങളുണ്ട്, അല്ലെ, അതിന് നിയന്ത്രണങ്ങളുണ്ട്. പോയി കൊണ്ട് ഇത്ര രൂപ എന്താ പറയാ, എനിക്ക് ഇന്ന് 5 ലക്ഷം രൂപ പിൻവലിക്കാൻ പറഞ്ഞാൽ പറ്റുമോ, പറ്റില്ല. ഇനി പ്രചലിത നിക്ഷേപം വ്യാപാരികൾക്ക് കാലയളവ് ബാധകമല്ല, പലിശയില്ല, നിയന്ത്രണങ്ങളുമില്ല. സ്ഥിര നിക്ഷേപം എന്താണ്, കാലയളവ് ബാധകമാണ്, അല്ലെ, നമ്മൾ 10 വർഷത്തേക്കാണ് ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്കിൽ ഉയർന്ന പലിശ ലഭിക്കും. കാലാവധിക്ക് ശേഷം മാത്രമേ സ്ഥിര നിക്ഷേപത്തില് പലിശ ലഭിക്കൂ. ആവർത്തിത നിക്ഷേപം കാലയളവ് ബാധകമാണ്. നമ്മളിപ്പോ പറഞ്ഞില്ല 5 വർഷത്തേക്ക്, അല്ലേ, എന്ത് ചെയ്യും, 3 ലക്ഷം രൂപ, അല്ലെ, ഉയർന്ന പലിശ കിട്ടും. കാലാവധിക്ക് ശേഷം മാത്രമേ കിട്ടുള്ളൂ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സമ്പാദ്യ പദ്ധതിയാണ് സഞ്ചയിക. സ്കൂൾ വിദ്യാർത്ഥി നമ്മളൊക്കെ ചേർന്നിട്ടുണ്ട്, അല്ലെ, നമ്മളൊക്കെ ഓരോ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴും എന്താണ് സഞ്ചയിക ചേർന്നിട്ടുണ്ട്, അല്ലെ. എത്ര രൂപ, 25 പൈസയും 50 പൈസയും 1 രൂപയും ഒക്കെ, അല്ലെ, അങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കൂൾ കാലഘട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻറ് സേവിംഗ് സ്കീം എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത് കേട്ടോ. ഇപ്പൊ എന്താണ്, സ്റ്റുഡൻസ് സേവിംഗ് സ്കീം, SSS എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. ഇനി നമ്മൾ അങ്ങനെ നിക്ഷേപങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു. ഇനി വിവിധ തരം ബാങ്കുകളുണ്ട്, പഠിച്ചു വെക്കണം കേട്ടോ. ഏതൊക്കെയാണ്, വാണിജ്യ ബാങ്ക് ഉണ്ട്, സഹകരണ ബാങ്ക് ഉണ്ട്, വികസന ബാങ്കുകളുണ്ട്. വാണിജ്യ ബാങ്ക്, സഹകരണ ബാങ്ക്, വികസന ബാങ്ക്. അപ്പൊ ഓരോന്നിന്റെ സവിശേഷതകൾ നോക്കാം. ആദ്യം വാണിജ്യ ബാങ്ക് എന്താണെന്ന് പഠിക്കാം, പിന്നെ സഹകരണ ബാങ്ക് എന്താണെന്ന് നോക്കാം, പിന്നീട് വികസന ബാങ്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ എന്താണ് വാണിജ്യ ബാങ്ക്? ബാങ്കിങ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. നിക്ഷേപം സ്വീകരിക്കുക, വായ്പ നൽകുക, ലോക്കർ സൗകര്യം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിംഗ് എന്നീ സേവനങ്ങൾ ഇടപാടുകാർക്ക് ലഭ്യമാക്കുന്നു. വാണിജ്യ ബാങ്കുകളെ പൊതുമേഖലാ ബാങ്കുകൾ എന്നും സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നും രണ്ടായി തരംതിരിക്കാം. അപ്പൊ വാണിജ്യ ബാങ്കുകളെ എങ്ങനെയൊക്കെ തരംതിരിക്കാം? പൊതുമേഖലാ ബാങ്ക് എന്നും സ്വകാര്യ മേഖലാ ബാങ്ക് എന്നും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏത് ബാങ്കിന് ഉദാഹരണമാണ്? പൊതുമേഖലാ ബാങ്കിന് ഉദാഹരണമാണ്. വാണിജ്യ ബാങ്കിൽ തന്നെ ഏതാണ്? പൊതുമേഖലാ ബാങ്ക്. വാണിജ്യ ബാങ്കിൽ തന്നെ 2 ബാങ്ക് ഉണ്ട്, പൊതുമേഖലാ ബാങ്കും സ്വകാര്യ മേഖലാ ബാങ്ക്. സ്വകാര്യ മേഖലയിലാണോ? ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലാണോ സ്റ്റേറ്റ് ബാങ്ക്? അല്ല, അല്ലെ, പൊതുമേഖലയിൽ വരുന്നതാണ്, അല്ലെ. അതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1955 സ്ഥാപിതമാകുന്നത്. പഠിച്ചോണം കേട്ടോ. അപ്പൊ വാണിജ്യ ബാങ്കിന് ഏറ്റവും, അപ്പൊ അതേ ചോദ്യം വെക്കണം കേട്ടോ. എങ്കിൽ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പ്രീവിയസ് ചോദ്യമാണ്. ഏറ്റവും പഴക്കം ചെയ്യുന്നതും ധാരാളം ശാഖകളുണ്ട്. ആർക്ക്? വാണിജ്യ ബാങ്കുകൾക്ക്. നിക്ഷേപം സ്വീകരിക്കും, വായ്പ നൽകും, ലോക്കർ സൗകര്യം ഉണ്ടാവും, ഡെബിറ്റ് കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഓൺലൈൻ ബാങ്കിങ് ഉണ്ട്. ഇതൊക്കെ വാണിജ്യ ബാങ്കുകൾ സേവനം നൽകും. പൊതുമേഖലാ ബാങ്കുകൾ എന്നും സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നും രണ്ടായിട്ട് എന്ത് ചെയ്യാൻ തരംതിരിക്കാം. ഇതിൽ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി നമുക്ക് രണ്ടാമത്തേതായിട്ടുള്ള സഹകരണ ബാങ്ക് നോക്കാം. അപ്പൊ വാണിജ്യ ബാങ്കിന് ഉദാഹരണം, ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? SBI. നെക്സ്റ്റ് വൺ സഹകരണ ബാങ്ക്. നമുക്കറിയാം അല്ലെ, നമ്മുടെ ഓരോരുത്തരും സൊസൈറ്റികൾ എന്ന പേരിൽ അറിയപ്പെടും അല്ലെ. കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ. സ്വയം സഹായവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, നിക്ഷേപം വർദ്ധിപ്പിക്കുക, സ്വകാര്യ പണമിടപാടുകളുടെ ചൂഷണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്നിവയാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അതായത് ഇപ്പൊ ഓരോരോ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ട് പണം എടുക്കുന്നത്
പണം എടുത്തു കഴിഞ്ഞുള്ള അവസ്ഥ അറിയാലോ, ഒരുപാട് പലിശ കൊടുത്തിട്ട് മുങ്ങേണ്ടി വരും അല്ലേ, ലാസ്റ്റ് വീടടക്കം അവർക്ക് എഴുതി കൊടുക്കേണ്ട അവസ്ഥ. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ സഹകരണ ബാങ്കുകൾ ലക്ഷ്യമിടുന്നുണ്ട്. കേരള സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് അത്തരത്തിലൊരു ബാങ്കാണ്. അപ്പൊ സഹകരണ ബാങ്കിന് ഉദാഹരണമാണ് കേരള ബാങ്ക്. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്ക് എന്നും നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവയെ അർബൻ സഹകരണ ബാങ്ക് എന്നും വിളിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്തുകളൊക്കെ കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ സഹകരണ ബാങ്കിലാണ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്താ പറയാ, സൊസൈറ്റി എന്ന് പറയും അല്ലേ. എന്നാൽ അത് നഗരപ്രദേശങ്ങളിൽ പോകുമ്പോൾ എന്ത് പറയാ, അർബൻ ബാങ്ക് എന്ന് അറിയപ്പെടും അല്ലേ. അത് എന്താണ്, നഗരങ്ങളെ കേന്ദ്രീകരിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ സഹകരണ ബാങ്ക് നോക്കി, വാണിജ്യ ബാങ്ക് നോക്കി. വാണിജ്യ ബാങ്കിന് ഉദാഹരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സഹകരണ ബാങ്കിന്റെ ഉദാഹരണമാണ് കേരള ബാങ്ക്. അടുത്തത് വികസന ബാങ്ക്. വ്യവസായ, വാണിജ്യ, കാർഷിക രംഗങ്ങളിൽ ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസനമാണ് അല്ലെ. ആ വാക്കിൽ തന്നെ എടുക്കണം കേട്ടോ. വികസനം പറയുമ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം വികസനം കൊണ്ടുവരാൻ പറ്റും ഇല്ല, കാലങ്ങൾക്ക് അനുസരിച്ചിട്ട് മാത്രമേ വികസനം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കാണ്. ഉദാഹരണം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IFSI, ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക് നബാർഡ് വികസന ബാങ്കിന് ഉദാഹരണമാണ്. 1982 സ്ഥാപിതമായ ശിവരാമൻ കമ്മിറ്റിയിലെ ഏതാണ്, ശിവരാമൻ കമ്മിറ്റിയാണ്. പഠിക്കണം. നബാർഡ് രൂപീകൃതമാകാനുള്ള കാരണം ഏതൊരു കമ്മിറ്റിയാണ്, ശിവരാമൻ കമ്മിറ്റിയാണ്. 1982 കാർഷിക വികസനത്തിന് അല്ലെ, ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പൊ വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണ് IFCI, അതേപോലെ IFCI എന്താ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അടുത്ത ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക് നബാർഡ്. അപ്പോ നമ്മൾ 3 തരം ബാങ്ക് പഠിച്ചു. ഏതൊക്കെയാണ്, വാണിജ്യ ബാങ്ക് പഠിച്ചു അല്ലെ, വാണിജ്യ ബാങ്ക് പഠിച്ചു, പിന്നെ സഹകരണ ബാങ്ക് പഠിച്ചു, പിന്നെ ഏതാണ്, വികസന ബാങ്ക് അല്ലെ. വാണിജ്യ ബാങ്കിന് ഉദാഹരണമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സഹകരണ ബാങ്കിന് ഉദാഹരണമാണ് കേരള ബാങ്ക്. അടുത്തത് വികസന ബാങ്കിന് ഉദാഹരണമാണ് നബാർഡ്, IFCI. ഇനി പൂർണ്ണമായ സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ഏതൊക്കെയാണ്, പൊതുമേഖലാ ബാങ്ക്. പൊതുമേഖലാ ബാങ്കിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ. പൂർണ്ണമായ സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നതാണ് പൊതുമേഖലാ ബാങ്ക്, യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക് കേട്ടോ. പൂർണ്ണമായ സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിപ്പിക്കുന്ന ബാങ്കുകൾ ഏതാണ്, പൊതുമേഖലാ ബാങ്കുകളും. പിന്നെ പൊതുമേഖലാ ബാങ്കുകളാണ് സർക്കാരിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നത്. അതിന് ഉദാഹരണമാണ് യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക് ഒക്കെ. അടുത്തത് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ഏതാണ്, സ്വകാര്യ വ്യക്തികളാണ് അല്ലെ, സ്വകാര്യ വ്യക്തികളാണ്. അതാണ് സ്വകാര്യ മേഖലാ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്വകാര്യ വ്യക്തികളുടെ ബാങ്കുകളാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്കും ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ വരുന്നതാണ്. എന്നാൽ യൂണിയൻ ബാങ്കും കാനറ ബാങ്കും ഒക്കെ പൊതുമേഖല സർക്കാരിന്റെ ഉടമസ്ഥതയിൽ വരുന്നതാണ്. ഏത്, പൊതുമേഖലാ ബാങ്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സർക്കാരിന്റെ ഉടമസ്ഥതയിൽ കേട്ടോ, സർക്കാരിന്റെ ഉടമസ്ഥതയിലാണെങ്കിൽ അത് പൊതുമേഖലാ ബാങ്കുകളാണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ് ഏത് വരുന്നത്, സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്ന് പറയുന്നത്. സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ പൊതുമേഖലാ ബാങ്കുകൾക്ക് ഉദാഹരണം ഏതാണ്, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളത് ഏതൊക്കെയാണ്, യൂണിയൻ ബാങ്ക് അല്ലെ. ഏതാണ്, യൂണിയൻ ബാങ്ക്. പിന്നെ ഏത് വരും, പൊതുമേഖലാ ബാങ്ക് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞില്ലേ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ ഏതാണ്, കാനറ ബാങ്ക് അല്ലെ. ഏതാണ്, കാനറ ബാങ്ക്. ഓക്കെ. ഇനി സ്വകാര്യ മേഖലാ ബാങ്കിന് ഉദാഹരണം ഏതൊക്കെയാണ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഏതാണ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. നെക്സ്റ്റ് വൺ ഫെഡറൽ ബാങ്ക്. മനസ്സിൽ കാണാം, നിങ്ങളുടെ ഭാഗത്തുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കിനെയൊക്കെ ഒന്ന് മനസ്സിൽ കണ്ട് അതൊക്കെ സ്വകാര്യ ഉടമസ്ഥതയിൽ ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ കേരള സർക്കാർ രൂപീകരിച്ച സഹകരണ ബാങ്കിന്റെ പേര് ഏതാണ്, കേരള ബാങ്ക്. നമ്മൾ പറഞ്ഞില്ലേ, സഹകരണ ബാങ്കാണ് കേരള ബാങ്ക്. സംസ്ഥാനത്തെ സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കുകളും സംയോജിപ്പിച്ച് രൂപം കൊണ്ട ബാങ്ക് ഏതാണ്, കേരള ബാങ്ക് ആണ്. കേരള ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ബാങ്കിംഗ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ ബാങ്ക് ഏതാണ്, വാണിജ്യ ബാങ്കാണ് അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചു. ബാങ്കിംഗ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നത്, ധാരാളം ശാഖകളുള്ളത് ബാങ്കാണ് വാണിജ്യ ബാങ്ക്. ഉദാഹരണം SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വാണിജ്യ ബാങ്കുകൾ നൽകുന്ന 2 സേവനങ്ങൾ ഏതൊക്കെയാണ്, നിക്ഷേപങ്ങൾ സ്വീകരിക്കും അല്ലെ. ബാങ്ക് എന്ത് ചെയ്യും, നിക്ഷേപം സ്വീകരിക്കും, വായ്പ നൽകും. അതേപോലെ ഡെബിറ്റ് കാർഡ്, ലോക്കർ സൗകര്യം, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിംഗ് ഒക്കെ എവിടെയുണ്ട്, വാണിജ്യ ബാങ്കുകൾ നടക്കുന്നുണ്ട്. വാണിജ്യ ബാങ്കുകളെ എത്രയായി തരംതിരിക്കാം, നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി പറയാണ്.
വാണിജ്യ ബാങ്കുകൾ എത്രയായി തരംതിരിക്കാം? പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ നിന്നും രണ്ടായി തരംതിരിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന സൗകര്യം ഏതാണ്? ലോക്കർ സൗകര്യം അല്ലെ? ആഭരണങ്ങൾക്ക് കൊണ്ടുവയ്ക്കും അല്ലെ? സഹകരണ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? സ്വയം സഹായവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക. ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക. ചോദ്യം പ്രീവിയസ് ആണ്. ഇത് ഏത് ബാങ്കിന്റെ ലക്ഷ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്? അത് സഹകരണ ബാങ്കിന്റെയാണ്. ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, നിക്ഷേപം വർദ്ധിപ്പിക്കുക, സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക. ഇനി ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ, നമ്മുടെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ട് അല്ലെ സഹകരണ ബാങ്ക് ഉണ്ട് അല്ലെ, സൊസൈറ്റി എന്ന് പറയും. ഇനി നഗരപ്രദേശങ്ങൾ ഏതാ? അർബൻ സഹകരണ ബാങ്ക്. ഇനി വികസന ബാങ്കുകൾ വായ്പ നൽകുന്ന മേഖലകൾ ഏതൊക്കെയാണ്? വികസന ബാങ്കിന് ഉദാഹരണം നബാർഡ് അല്ലെ? നബാർഡ് പറഞ്ഞു അല്ലെ? പിന്നെന്താ? വ്യവസായ, വാണിജ്യ, കാർഷിക രംഗങ്ങളിൽ ദീർഘകാല വായ്പകൾ നൽകുന്നു. ഇന്ത്യയിലെ വികസന ബാങ്കുകൾക്ക് ഉദാഹരണം, IFCയും നബാർഡ്. നമ്മൾ പഠിച്ചു. നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവിഷൻ ചെയ്യാണ്. ഓക്കെ, നബാർഡ് ഇന്ത്യയിലെ എന്ത് ബാങ്കാണ്? വികസന ബാങ്കാണ്. നബാർഡ് ഇന്ത്യയിലെ എന്താണ്? ഒരു വികസന ബാങ്കാണ്. പഠിക്കണേ, നബാർഡ് ഇന്ത്യയിലെ ഒരു വികസന ബാങ്കാണ്. 1982 ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആണ് നബാർഡ് സ്ഥാപിതമായത്. കയ്യിൽ പണം കരുതാതെയും പണമിടപാടുകൾ നടത്താൻ കഴിയുന്ന തരത്തിൽ ബാങ്കിംഗ് സംവിധാനത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ATM ഉണ്ട് അല്ലെ? ATM ഉണ്ട്, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട്, UPI ഉണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മുടെ കയ്യിൽ പണം ഇല്ലാതെ തന്നെ നമുക്ക് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാം? പണം പിൻവലിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അല്ലെ? ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ ATM നമ്മെ സഹായിക്കുന്നു. ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ സൗകര്യം ഉപയോഗിച്ച്, അതായത് CDM മെഷീൻ ഉപയോഗിച്ച് ഏത് സമയത്തും പണം നിക്ഷേപിക്കാം. ATM കുറിച്ച് നമുക്കറിയാം. പിന്നെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് എന്താ? കാർഡ് റീഡിംഗ് മെഷീൻ വഴി പണം കൈമാറാം. ഇനി UPI, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. UPIയുടെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഡിജിറ്റൽ സംവിധാനമാണ് UPI. ഇപ്പൊ 2 ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട് വെക്കുക. ആ 2 അക്കൗണ്ടുകളെയും ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ സംവിധാനമാണ് UPI. ഏത് സമയത്തും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ പണം കൈമാറാം. QR കോഡ്, മൊബൈൽ ഫോൺ നമ്പർ, അക്കൗണ്ട് നമ്പർ എന്നിവ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താം. ഇനി നോക്കിക്കേ, നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളാണ്. ബാങ്കിൽ പോകാതെ കറൻസി നോട്ടുകൾ ഏത് സമയത്തും അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് CDM അല്ലെ? CDM. ബാങ്കിൽ പോകാതെ കറൻസി നോട്ടുകൾ ഏത് സമയത്തും പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനം. പിൻവലിക്കാനാണെങ്കിൽ ATM, നിക്ഷേപിക്കാനാണെങ്കിൽ CDM. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഉപയോഗപ്പെടുത്താൻ സഹായിക്കുന്നത് UPI ആണ്. ബാങ്കിലോ ATMലോ പോകാതെ പണമിടപാടുകൾ നടത്താൻ സഹായിക്കുന്ന ഡിജിറ്റൽ സംവിധാനമാണ് UPIയും ഓൺലൈൻ ബാങ്കിങ്ങും. ഇനി എങ്ങനെയൊക്കെയാണ് ഡിജിറ്റൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ കാർഡുകൾ ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തുക? ധനകാര്യ സ്ഥാപനങ്ങളിലെ പണ കൈമാറ്റം ചെയ്യാം, ഫീസ് അടയ്ക്കാം, നികുതി അടയ്ക്കാം, വൈദ്യുതി ബില്ലുകൾ അടയ്ക്കാം. ഇതൊക്കെ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാം അല്ലെ? എന്നിട്ട് ബാങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യും അല്ലെ? പൈസ അവിടെ ട്രാൻസാക്ഷൻ ചെയ്യും. ഓൺലൈൻ വ്യാപാരത്തിൽ തുക കൈമാറാം, ട്രെയിൻ ടിക്കറ്റ് എടുക്കാം, ബസ് ടിക്കറ്റ് എടുക്കാം, വിമാന ടിക്കറ്റ് എടുക്കാം, പെട്രോൾ പമ്പുകളിൽ എന്ത് ചെയ്യാം? പെട്രോൾ പമ്പിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? എണ്ണ അടിച്ച് തന്നെ ഒരു പേയ്മെന്റ് ചെയ്യും അല്ലെ? റെസ്റ്റോറന്റ് ബില്ലുകൾ അടയ്ക്കാം, ഓൺലൈനായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യാം. ഇതൊക്കെ ഡിജിറ്റൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ കാർഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതാണ്. ഇനി അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയൂ. അക്കൗണ്ടിൽ പണമില്ലെങ്കിലും ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. അപ്പൊ ഡെബിറ്റ് എന്താണ്? നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ, അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റൂ. അക്കൗണ്ടിൽ പണമില്ലെങ്കിലും ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. ഇനി സൈബർ തട്ടിപ്പ് തിരിച്ചറിയാനും പ്രതിരോധിക്കാനും എന്താണ്? ATMന്റെ പിൻ കോഡ് അല്ലെ? അത് നമ്മൾ അതേപോലെ OTP എന്നിവ ഒരിക്കലും പങ്കുവെക്കരുത്. സംശയാസ്പദമായ ഓൺലൈൻ ലിങ്കുകൾ തുറക്കാതിരിക്കുക. പല മെസ്സേജുകളും സ്പാം മെസ്സേജസ് വരും അല്ലെ? ഇത് ചെയ്താൽ അങ്ങനെ കിട്ടും, ഇത് നമ്മൾ വേഗം കൊണ്ടുപോയി തുറക്കും. അപ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടോടെ ഹാക്ക് ചെയ്തിട്ടുണ്ടാകും. അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടുള്ള ഫോണ്, പിന്നെ അതുപോലെ സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക. എന്തെങ്കിലും മെസ്സേജുകളൊക്കെ വന്നാൽ അതിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക. ATM പിൻ കോഡൊക്കെ ഫോണിൽ സൂക്ഷിക്കാതിരിക്കുക കേട്ടോ. ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക. പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുക. ഇതൊക്കെ നമ്മൾ സൈബർ തട്ടിപ്പിൽ നിന്നും സുരക്ഷിക്കാൻ ചെയ്യേണ്ടതാണ്. ഓക്കെ അല്ലോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെസന്റെ നോട്ട് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്നറിയോ? ഈ ലെസൺ എടുത്ത് നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ വീണ്ടും ലെസൺ എടുത്ത് വായിച്ച് റിവിഷൻ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. SCRT നമുക്ക് ഇങ്ങനെ ഇപ്പൊ SCRT ടെക്സ്റ്റ് എടുത്ത് നിങ്ങൾക്ക് വായിച്ചു വരുന്നതെന്ന് പറഞ്ഞൊക്കെ നന്നായി ക്ലാസ് എടുത്തിട്ട് പോകാം. പക്ഷെ റിവിഷൻ ചെയ്യാൻ എന്ത് ചെയ്യും? നല്ല ബുദ്ധിമുട്ട്. നമുക്ക് ഇതൊക്കെ എഴുതെടുക്കാന്ന് പറയാൻ ശാശ്വതമായ കാര്യമല്ല. എത്ര എഴുതും നമ്മൾ?
എഴുതിയ തീരുവോ? കടലോളം കിടക്കുന്ന കാര്യങ്ങൾ കഴിയില്ല. അപ്പൊ എന്താണെങ്കിൽ നോട്ട്സ് ആയി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയിപ്പോ എന്ത് ചെയ്യാം, അടുത്ത ആഴ്ച അതിപ്പോ നന്നായിട്ട് അങ്ങനെ പഠിക്കുക. അടുത്ത ആഴ്ച വീണ്ടും എടുത്തിട്ട് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത ലെസണായിട്ട് വീണ്ടും കാണാം. അതുപോലെ LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ 2021-2026 ചെയ്ത് കഴിഞ്ഞിട്ട് കൂടെ അത് കാണുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നന്ദി.